ഹായ്. ഓണക്കാലമാകുമ്പോൾ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോകും. കുട്ടിക്കാലത്തെ ഓണാവധിക്ക് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മച്ചി ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വഴുതനങ്ങ തേയിലായിരുന്നു. ഈ ഓണക്കാലത്ത് ആ ഓർമ്മകൾ മനസ്സിൽ വന്നപ്പോൾ എനിക്കും അതുണ്ടാക്കാൻ തോന്നി. അമ്മച്ചി വിളിച്ചപ്പോൾ തന്നെ റെസിപ്പിയും ചോദിച്ചു. അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കി. എൻ്റെ മോൻ അടുത്തുനിന്ന് നോക്കുന്നത് കണ്ടപ്പോൾ തോന്നി, ഈ രുചി അവനും ഓർത്ത് വയ്ക്കട്ടെ. ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് റെസിപ്പി മാത്രമല്ല, ഓർമ്മകളും കൈമാറുന്നു. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള വഴുതനങ്ങ തീയൽ തയ്യാറാക്കാം. ആദ്യം ഒരു ചട്ടി ചൂടാക്കി 3-4 വെളുത്തുള്ളി അല്ലി ചേർക്കാം. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ചെറിയ തീയിൽ നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം. തേങ്ങ നന്നായി വറുത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ നന്നായിട്ട് വറുത്ത ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി നന്നായി തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം വറുത്ത തേങ്ങയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതേ ചട്ടി അടുപ്പിൽ വെച്ച് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നാൽ അരിഞ്ഞു വെച്ച വഴുതനങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വഴുതനങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കാം. വഴുതനങ്ങ വെന്ത് കഴിഞ്ഞാൽ നേരത്തെ പൊടിച്ചു വെച്ച തേങ്ങ വെളുത്തുള്ളി മിക്സ് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് മൂടി വെച്ച് തീയിൽ നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അവസാനമായിട്ട് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലൊരു മണം വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഈ താളിപ്പ് തീയലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നല്ല മണവും കിടിലൻ രുചിയുമുള്ള വഴുതനങ്ങ തീയൽ റെഡി. ചോറിനോടൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ. ഹലോ. ഓണം വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ സദ്യയുടെ ഒരു മേളമല്ലേ. ഇന്നത്തെ നമ്മുടെ ഓണ സ്പെഷ്യൽ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ആ മെയിൻ ഹീറോയാണ്. നല്ല മധുരമുള്ള ക്രിസ്പിയായ ശർക്കര വരട്ടി. വലിയ പാടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് മുറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ എണ്ണ പുരട്ടണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം കറയാവും. എന്നിട്ട് ആദ്യം 2 സൈഡും ചെത്തിക്കളഞ്ഞ് അത് നീളത്തിൽ ഒന്ന് വരഞ്ഞ് പലയിടത്തായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് വരഞ്ഞ് കൊടുത്താൽ അത് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിനൊന്ന് ചീകി കൊടുക്കണം. അത് തൊലിയുടെ അകത്തുള്ളൊരു വെള്ള സാധനമുണ്ട്, ഒരു പാട പോലെ, അത് മാറി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാനിത് കഴുകുന്നോ അല്ലെങ്കിൽ വെള്ളത്തിലിടുന്നോ ഒന്നുമില്ല. ഇപ്പം തന്നെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് അത് കറുത്തൊന്നും പോകുന്നില്ല. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് പിന്നെ കുറുകെ അരിഞ്ഞു കൊടുക്കുക. ഒരു മീഡിയം സ്ലൈസസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒത്തിരി തിന്നാവാൻ പാടില്ല. അങ്ങനെ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വറുക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് ചിപ്സ് വറുത്ത എണ്ണയായതുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത്. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് വറുക്കാനായിട്ട്.
ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റി വയ്ക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വറുക്കാനിട്ടിരുന്ന കായയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് പതുക്കെ ഇത് കോരി മാറ്റാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നിരത്തി നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇതൊരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ തണുക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത ശർക്കര തന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ശർക്കര ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ അതിന് മുകളിലുള്ള അഴുക്കൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റിക്കളയുക. അടുത്തായിട്ട് നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു നൂൽ പരുവമായിട്ട് വരും. അതുവരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം. ഇനി ഈ പാനി ഒന്നും കൂടി കുറുകി പോകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം, ചുക്ക്, ഏലക്ക എന്നിവ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 6 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുത്ത നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണിത് കട്ട കൂടാതെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചികരമായ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ശർക്കര വരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. ഇന്ന് ഓണം സീരീസിൽ ധാരാളം വിറ്റമിനുകളും നാരുകളും അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിനായി 4 ക്യാരറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തൊലിയെല്ലാം നീക്കി വൃത്തിയാക്കി വയ്ക്കാം. വൃത്തിയാക്കി വെച്ച ക്യാരറ്റ് ഈ ഒരു സൈസിൽ അരിഞ്ഞു വയ്ക്കാം. ക്യാരറ്റ് കണ്ണിൻ്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ദഹനം എളുപ്പമാക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. എന്നാൽ അമിതമായി കഴിച്ചാൽ ദഹനപ്രശ്നം ഉണ്ടാകും കേട്ടോ. ക്യാരറ്റ് എല്ലാം ഈ സൈസിൽ അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 പച്ചമുളക്, 10 വെളുത്തുള്ളി, 1 സവോള, 1 തണ്ട് കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ചൂടാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകിടാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 സവോള നീളത്തിലരിഞ്ഞത് ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർക്കുക. 3 പച്ചമുളക് 4ആയി കീറിയതും കൂടെ ഇടുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന 4 ക്യാരറ്റ് ഇടാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ രുചിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താൽ മതി. ഞാനിവിടെ പിന്നെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം ചേർക്കുക. എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കുക. നമ്മുടെ രുചികരമായ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാം. കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് വേവിക്കുക. രുചികരമായ ക്യാരറ്റ് മെഴുക്കുവരട്ടി റെഡി ആയിരിക്കുന്നു. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു. നമുക്കിന്നൊരു പരിപ്പ് കറി വെച്ചാലോ? പരിപ്പ് കറി വെക്കാനായി ഒന്നെങ്കിൽ പരിപ്പ് തലേദിവസം വെള്ളത്തിലിടണം, അല്ലെങ്കിൽ 3-4 മണിക്കൂർ മുൻപേ പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം 1/4 കിലോ പരിപ്പ് കറി വെക്കാനായി സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. അതിനുശേഷം പരിപ്പ് തിളച്ച് ചാടാതിരിക്കാനായി 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. ഇനി ഇത് മൂടി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, കാന്താരി മുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നന്നായി മിക്സിയിലിട്ട് അരയ്ക്കുക. ഇനി സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന പരിപ്പ് തുറക്കാം. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച പരിപ്പാണെങ്കിൽ 2 വിസിൽ അടിച്ചാൽ മതി. 3-4 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ടതാണെങ്കിൽ 3 വിസിലെങ്കിലും അടിക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇത് നന്നായി ഇളക്കുക. അതിനുശേഷം ഇത് തിളയ്ക്കാൻ വെക്കുക. ഈ സമയം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുക. അത് പൊട്ടിയ ശേഷം അതിലേക്ക് 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇടുക. ഇനി അതിലേക്ക് 1 തണ്ട് കരിവേപ്പിലയും
3-4 വറ്റൽ മുളകും കൂടെ ഇടുക. ഇനി ഇത് തിളച്ച പരിപ്പിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇത് മൂടി വയ്ക്കുക. ഇതൊരു 3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പച്ചമോര് ഉണ്ടാക്കിയാലോ? അതിനായി 2 ഇഞ്ചി എടുക്കുക, 2 ഉള്ളി എടുക്കുക, 1 തണ്ട് കരിയാപ്പില എടുക്കുക, 2-3 പച്ചമുളകും എടുക്കുക. പച്ചമോര് ഉണ്ടാക്കാനായി ആദ്യം 1 കപ്പ് തൈര് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 തണ്ട് കരിയാപ്പില എന്നിവ എടുക്കുക. നേരത്തെ എടുത്തു വെച്ച പച്ചമോരിലേക്ക് ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കരിയാപ്പില എന്നിവ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ പച്ചമോര് റെഡിയായി. ഈ 2 റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ സാമ്പാർ നമുക്കിന്ന് ഉണ്ടാക്കിയാലോ? നമുക്ക് ആദ്യം തന്നെ 1/4 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലോട്ട് മാറ്റാം. അതിനുശേഷം കുക്കറിലേക്ക് പരിപ്പ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി കുക്കർ അടച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. ഇനി സാമ്പാറിനുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാം. അതിന് പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒന്നെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. അതില്ലെങ്കിൽ ചേനയോ ചേമ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. രണ്ടാമതായി ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.5 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വാഴക്കയാണ്. അതിനുശേഷം തക്കാളി അരിയുക. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നീളത്തിൽ അരിയുക. 2 പച്ചമുളക് നടുവേ മുറിച്ചത്. മുരിങ്ങക്കോല് പുറത്തെ തൊലി ചിരണ്ടിയതിനു ശേഷം നീളത്തിൽ മുറിച്ചെടുക്കുക. വെണ്ടയ്ക്ക നീളത്തിലരിഞ്ഞ് മാറ്റിവെക്കുക. നമ്മുടെ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് തയ്യാറായിട്ടുണ്ട്. 4 വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കുക. ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, 8-10 ചെറിയുള്ളി, 2 പച്ചമുളക്, മുരിങ്ങക്കോല്, വാഴയ്ക്ക, ബീൻസ് എന്നിവ ഇടുക. തക്കാളിയും വെണ്ടയ്ക്കയും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക.
ഒരു തണ്ട് കരിയാപ്പില ഇടുക. അതിനുശേഷം ഒരു പാനിൽ സാമ്പാർ പൊടി ഇട്ട് തീ വളരെ കുറച്ചിട്ട് ചൂടാക്കുക. ഇത് കരിഞ്ഞു പോകാതിരിക്കാനാണ് തീ വളരെ കുറച്ചിടുന്നത്. സാമ്പാർ പൊടി ചൂടായതിനു ശേഷം ഇത് കുക്കറിലേക്ക് ഇടാം. സാമ്പാറിന് പ്രധാനപ്പെട്ടതാണല്ലോ കായം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി കുക്കർ അടച്ച് സ്റ്റവിൽ വെച്ച് ഇത് നന്നായി വേവാൻ വെക്കുക. ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ ചട്ടിയിലേക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയും വെണ്ടയ്ക്കയും പെട്ടെന്ന് വെന്തു പോകുമെന്നതിനാലാണ് ഇത് പ്രത്യേകം വേവിക്കുന്നത്. ഈ പരുവമാവുമ്പോൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഒരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇടുക. അതിനുശേഷം 2 വറ്റൽമുളക് നടുവെ മുറിച്ചിടുക. മുളക് മൂക്കുന്നത് വരെ ഇത് ഇളക്കുക. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. 3 പ്രാവശ്യം വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ആവി പോയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് കടുക് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. ഇത് നന്നായി തിളയ്ക്കാൻ വെക്കുക. നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ ഓണം സീരീസിൽ ഓണസദ്യയിൽ പ്രധാനപ്പെട്ട വിഭവമായ അവിയൽ ഉണ്ടാക്കിയാലോ? അതിനായി ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, കോവയ്ക്ക നീളത്തിലരിഞ്ഞത്, മുരിങ്ങക്കോൽ നീളത്തിലരിഞ്ഞത്, തക്കാളി നീളത്തിലരിഞ്ഞത്, 2-3 പച്ചമുളക് നടുവേ കീറിയത്, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത്, സവാള, വാഴയ്ക്ക, 2 തണ്ട് കരിവേപ്പില എന്നിവ എടുക്കുക. ഇവയെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിനുശേഷം പച്ചക്കറികളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തിരുമുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി തിരുമുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് തിരുമുക. ഇനി കുക്കർ അടച്ച് വെച്ച് ഇതൊരു ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റാം. പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതിനാൽ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് വേവുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങ ചിരണ്ടിയെടുത്തത്, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ എടുക്കുക. തേങ്ങ ചിരണ്ടിയതൊഴിച്ച് ബാക്കിയെല്ലാം ഒരു മിക്സിയിലേക്ക് മാറ്റുക. ഇത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത മിക്സിയിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ചത് ചേർക്കുക. ഇത് മിക്സിയിലിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അരപ്പ് റെഡിയായിട്ടുണ്ട്. 3 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അതിനുശേഷം
സ്റ്റൗ ഓണാക്കുക. എന്നിട്ട് കുക്കർ മൂടി വയ്ക്കുക. ഇത് കുറച്ചു നേരം ആവി കയറാൻ വയ്ക്കാം. അതിനുശേഷം പച്ചക്കറികൾ നന്നായി ഇളക്കുക. ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇത് സ്റ്റവിൽ നിന്ന് മാറ്റുക. നന്നായി ഇളക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഓലൻ ഇന്നുണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുമ്പളങ്ങയും വൻപയറുമാണ്. കുമ്പളങ്ങ തന്നെ ഇട്ട് വേണമെങ്കിലും ഓലൻ ഉണ്ടാക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഇട്ട് ഓലൻ ഉണ്ടാക്കുന്നവരുമുണ്ട്. ഞാനിവിടെ വൻപയറും കുമ്പളങ്ങയും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ടതാണ് ഇത്. വൻപയർ വെച്ച് ഉണ്ടാക്കുമ്പോൾ 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. കുതിർത്ത് വെച്ച 1 കപ്പ് വൻപയറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 2 വിസിൽ വരുന്നതുവരെ വേവിക്കുക. മൺചട്ടിയിലാണ് സാധാരണ ഓലൻ ഉണ്ടാക്കുന്നത്. പയർ മാത്രം ഞാൻ ഈ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് കുറച്ച് സേവ് ചെയ്യാലോ എന്നോർത്തു. ഈ സമയം കുമ്പളങ്ങ എടുത്ത് അരിഞ്ഞു വയ്ക്കാം. കുരുവിൽ ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം, അധികം മൂത്താൽ കട്ടിയായിട്ടിരിക്കും കുരു. ഇനി ഇതിൻ്റെ പച്ചത്തൊലി നന്നായി കളയുക. ഇനി ഇതിൻ്റെ ഈ അകത്തെ ഭാഗം നീക്കം ചെയ്യുക. കുമ്പളങ്ങയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെക്കാം. ഓലിന് സാധാരണ നീളത്തിലാണ് അരിയുന്നത്. പിന്നെ ചതുരത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. തീരെ കനം കുറഞ്ഞുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയിലുമല്ല. ഈ ഒരു വിരലിൻ്റെ പകുതി നീളത്തിലാണ് ഞാൻ അരിയുന്നത്. പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വയ്ക്കാം. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. കുമ്പളങ്ങയിൽ തന്നെ വെള്ളമുണ്ടല്ലോ. 3 പച്ചമുളക് നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞിടുക. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ. ഓലന് വേറെ ഒന്നും എരിവിനായി ചേർക്കുന്നില്ല. ഒരു 2 നുള്ള് ഉപ്പ് ചേർക്കുക. 1 തണ്ട് ഫ്രഷ് കരിവേപ്പില ചേർക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കാം. നല്ല വിളഞ്ഞ ഒരു വലിയ തേങ്ങയാണ് ഞാൻ അതിനായി എടുത്തിരിക്കുന്നത്. ചിരണ്ടി തേങ്ങയുടെ വെളുത്ത ഭാഗം എടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ ഓലൻ റെഡിയാക്കുമ്പോൾ നല്ല നിറത്തിലിരിക്കുകയുള്ളൂ. ഞാൻ ഇതിനായി ഒരു 4.5 പിടി തേങ്ങയാണ് എടുത്തത്. അതായത് ഒരു വലിയ തേങ്ങയുടെ 3/4 ഭാഗമുണ്ട്.
തനിപ്പാൽ അഥവാ ഒന്നാം പാൽ എടുക്കാൻ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി തിരുമ്മി പിഴിഞ്ഞെടുക്കുക. ഇത് അരിപ്പയിലേക്ക് മാറ്റി നന്നായി പിഴിഞ്ഞെടുക്കുക. അരിപ്പയിൽ അരിച്ചെടുത്തപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസോളം ഉണ്ട് ഒന്നാം പാൽ. ഇനി നമുക്ക് രണ്ടാം പാൽ വേണം. അതിനായി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് നന്നായി ഇതുപോലെ തന്നെ പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുക്കുക. ഓലന് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാറുള്ളൂ. പായസത്തിനൊക്കെ ആണെങ്കിൽ മൂന്നാം പാലും എടുക്കാറുണ്ട്. രണ്ടാം പാലും റെഡിയായിട്ടുണ്ട്. കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം പറ്റണം. ഒരു ട്രാൻസ്പെറൻറ്റ് ഫീല് തോന്നും നമുക്ക് കാണുമ്പോൾ. വെന്തിട്ടുണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെന്ത കുമ്പളങ്ങയുടെ കഷ്ണത്തിൽ നിന്ന് ഒരു 5-6 എണ്ണം എടുത്ത് മാറ്റി വയ്ക്കുക. അത് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഓണസദ്യയിൽ ഓലൻ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഒട്ടും ഒഴുകി പോകരുതല്ലോ. നല്ലൊരു കുറിയ ഭാവത്തിൽ വേണം ഉണ്ടാകാൻ. അതിനുവേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ കുറച്ചെടുത്ത് ഉടച്ചെടുക്കുന്നത്. കുമ്പളങ്ങിയിലെ വെള്ളമെല്ലാം പറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയർക്കൂട് ചേർക്കുക. ലേശം വെള്ളം കൂടെയുണ്ട്, അതും കൂടെ പറ്റട്ടെ. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കുന്ന ആ കറുത്ത ഭാഗം ഒഴിക്കണ്ട കേട്ടോ. അതൊഴിച്ചാൽ നമ്മുടെ കറിയുടെ വെളുപ്പ് നിറം നഷ്ടമാവും. ഈ സമയം ഉപ്പ് നോക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന കുമ്പളങ്ങിയുടെ കഷ്ണങ്ങൾ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 5-6 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തനിപ്പാൽ ഈ സമയം ഒഴിക്കുക. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക. രണ്ട് തണ്ട് കറിവേപ്പില നല്ലവണ്ണം പിച്ചി അതിലേക്കിട്ട് അന്നേരം തന്നെ മൂടി വയ്ക്കണം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതായത് നമ്മുടെ പച്ച വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെതും കരിവേപ്പിലയുടെയും എല്ലാം കൂടെ നല്ലൊരു വാസനയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. 5-6 മിനിറ്റ് ഇനി മൂടി വയ്ക്കുക. 6 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ നമ്മുടെ ഓലൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത രുചികരമായ ഓലൻ റെഡിയായിരിക്കുന്നു.
എല്ലാവരും ഒന്ന് ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഓണത്തിൻ്റെ ദിവസം തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്, കാരണം തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കേ. താങ്ക് യു. ഓണസദ്യക്ക് ഇന്നൊരു ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ? അതിനായി ഞാനൊരു ബീറ്റ്റൂട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊരു ശീതകാല പച്ചക്കറിയായിട്ട് ഇപ്പോൾ പലരും നട്ടു വളർത്താറുണ്ടല്ലേ. ബീറ്റ്റൂട്ടിൻ്റെ അരി മേടിച്ച് പാകി കിളിർപ്പിച്ച് ഇതുണ്ടാക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗം കുറച്ച് കട്ടിയിൽ മുറിച്ചെടുത്ത് നട്ടും വളർത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് നീക്കം ചെയ്യാം. ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പോഷകങ്ങൾ അടങ്ങിയ പച്ചക്കറിയാണ് ബീറ്റ്റൂട്ട്. കുറഞ്ഞ കലോറിയും ഉയർന്ന അളവിൽ വിറ്റമിൻസും നൈട്രേറ്റും നാരുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ചോറിലേക്ക് ഇതിൻ്റെ കളർ ഇളകി ചോറിൻ്റെ കളർ മാറുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്. ഇപ്പോഴത്തെ കുട്ടികൾക്കും അതൊരു കൗതുകം തന്നെയല്ലേ. തൊലിയെല്ലാം നീക്കം ചെയ്ത് ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെജിറ്റബിൾ കട്ടറിലിട്ട് ചെറുതാക്കി എടുക്കാം. ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾ കട്ടറിലിട്ടാണ് ചെയ്തതെന്നേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. പുളിയുള്ള ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും അത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ബീറ്റ്റൂട്ടിന് അധികം വേവില്ല, അതിനാൽ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1 തണ്ട് കറിവേപ്പില ചേർത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗവിലേക്ക് മാറ്റാം. മൂടി വയ്ക്കുക. ആവി കയറുമ്പോൾ ഇളക്കിയിടുക. ഈ സമയം ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഈ ഒരു സ്പൂണിൽ 3 സ്പൂൺ ബീറ്റ്റൂട്ടായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പകുതി അളവിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്, അതായത് 1.5 സ്പൂൺ. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം എന്നിവയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. തേങ്ങ കൂടിപ്പോയാൽ ബീറ്റ്റൂട്ടിൻ്റെ കളർ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ കണക്ക് തേങ്ങ എടുത്തിരിക്കുന്നത്. ബീറ്റ്റൂട്ട് 2 തരം ഉണ്ട്, നല്ല കളറുള്ളതും വലിയ കളറില്ലാത്തതും. ഇവിടെ ഞാൻ നല്ല കളറുള്ളതാണ് എടുത്തത്. ബീറ്റ്റൂട്ട് പച്ചടിക്ക് അതാണ് നല്ലത്. തേങ്ങയും അതിൻ്റെ ചേരുവകളും നന്നായി അരച്ചെടുത്തുകൊണ്ട് വന്നാണിത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ കടുക് ഇടുന്നത് ചിലർക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്തവർ അതിടാതെ ഒഴിവാക്കാം കേട്ടോ. ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലുള്ള വെള്ളമെല്ലാം നന്നായി വറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 4 സ്പൂൺ തൈര് ചേർക്കാം. ഈ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് തൈര് ചേർക്കുന്നു കേട്ടോ. ചെറിയൊരു പുളിയുള്ള തൈര് എടുക്കുക. ഈ സമയം പുളിയും ഉപ്പും ഒക്കെ നോക്കുക. ഞാൻ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പച്ചടിക്ക് വേണ്ടത്. ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫായതിനു ശേഷം 1 തണ്ട് കറിവേപ്പിലയും 3 വറ്റൽമുളകും ചേർക്കുക.
ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പച്ചടിയിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായിരിക്കുന്നു. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പച്ചടി ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ. താങ്ക് യു. നമുക്കിന്ന് സദ്യയുടെ പ്രധാന വിഭവമായ കുറുക്ക് കാളൻ തയ്യാറാക്കാം. കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചേനയും പച്ച വാഴക്കയും എടുക്കുക. ചേനയുടെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇനി പച്ച വാഴക്കയുടെ തൊലി കളഞ്ഞെടുക്കാം. ചേനയും വാഴക്കയും അത്യാവശ്യം വലിയ കഷ്ണങ്ങളെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കറ പിടിക്കാതിരിക്കാനാണ് ഇത് വെള്ളത്തിലിടുന്നത്. കഷ്ണങ്ങളെ അരിഞ്ഞ് ചേനയും വാഴക്കയും ചട്ടിയിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് ചട്ടി മൂടി വെച്ച് ഇത് വേവിക്കാം. അത് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായി ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചിരകിയ തേങ്ങ എന്നിവ എടുക്കുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇതിനകത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് അരയ്ക്കുക. സ്റ്റവിൽ വെച്ചിരുന്ന വാഴക്കയും ചേനയും വെന്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മുളക് പൊടി ഇടാം. വെള്ളം വറ്റുന്നത് വരെ ഇത് നന്നായി ഇളക്കുക. വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. 1/2 ലിറ്റർ തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം വറ്റാൻ വെച്ചിരുന്ന ചേനയുടെയും വാഴക്കയുടെയും കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ചേർക്കുക. ഇത് നന്നായി ഇളക്കുക. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കത്തക്ക വിധം വേണം ഇളക്കാൻ. ഇതിലെ വെള്ളം നന്നായി വറ്റി അരപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ചിരുന്ന തൈര് ഒഴിക്കുക. 1/2 ലിറ്റർ തൈരാണ് നേരത്തെ ഉടച്ചു വെച്ചിരുന്നത്. ഇത് നന്നായി ഇളക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇടുക. ഒരു നുള്ള് കായപ്പൊടി ഇടുക. ഒരു നുള്ള് കുരുമുളക് പൊടി ഇടുക. ഇതെല്ലാം കൂടെ നന്നായി ഇളക്കുക. എന്നിട്ട് ഈ പാത്രം ഒന്ന് മൂടി വെക്കുക. ഈ സമയം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കരിവേപ്പില ഇടുക. അതിനുശേഷം 2-3 വറ്റൽമുളക് ഇടുക. നമുക്കിത് കൂട്ടുകാളനിലേക്ക് താളിച്ചൊഴിക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറുക്ക് കാളൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഹായ്, ഇന്നത്തെ ഓണം സീരീസിൽ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എരിവും പുളിയും മധുരമൊക്കെയുള്ള നമ്മുടെ സ്വന്തം ഇഞ്ചിപ്പുളി. ഞാനിവിടെ അതിന് 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ട് അതിനെ ക്ലീൻ ആക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഇഞ്ചി എല്ലാം തൊലി കളഞ്ഞ് നല്ല ക്ലീനാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിയാം. അപ്പം ഞാനിവിടെ വെജിറ്റബിൾ കട്ടറിൽ ഇട്ട് അരിയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം വെജിറ്റബിൾ കട്ടറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പം ഞാനിവിടെ ഇഞ്ചിയെല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിപ്പുളിക്ക് വേണ്ടി പുളിവെള്ളം ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അത് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കുവാണ്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇഞ്ചി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഏകദേശമൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ ഞാനിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളിത് ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് കായപ്പൊടിയാണ്. കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും ഉലുവപ്പൊടിയും ഓപ്ഷണലാണ്, എന്നാലും ഇതിട്ടാലും നല്ലൊരു ടേസ്റ്റാണ്. പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഈ ഇഞ്ചിയൊക്കെ ഈ പുളിയിൽ കിടന്നൊന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇഞ്ചിപ്പുളിക്ക് ഇഞ്ചിയുടെ രുചിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഒഴിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ഉപ്പ് ചേർക്കണേ. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കട്ട ശർക്കര അരിച്ചെടുത്തതാണ്. നമുക്ക് ഈ ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കുറുകാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ച് കുറുകും. സദ്യക്ക് വിളമ്പുമ്പോൾ ഒഴുകി പോകാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽ മുളകും കൂടെ ഇടാം. ഇനി താളിച്ചത് നമുക്ക് ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി റെഡിയായി. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഓണക്കാലത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. ഹായ്. സദ്യയിലെ ഔദ്യോഗിക താരമല്ലെങ്കിലും ആഘോഷങ്ങൾക്ക് ഇപ്പോൾ സേമിയ പായസം നിർബന്ധമാണ്. ഓണക്കാലത്ത് നാവിൽ വെള്ളം ഊറുന്ന രുചിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സേമിയ പായസം കണ്ടാലോ? ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചീനിച്ചട്ടിയിൽ അല്പം നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കാഷ്യൂവും കിസ്മിസും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വറുത്ത് അത് മാറ്റി വയ്ക്കുക.
ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് സേമിയ ചേർത്ത് ഇളക്കി നമുക്ക് വറുത്തെടുക്കാം. സേമിയ നല്ല ബ്രൗൺ നിറം ആകുമ്പോഴേക്കും അതിലേക്ക് തിളപ്പിച്ച് വെച്ച പാല് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒപ്പം രുചി കൂട്ടാനായി അല്പം മിൽക്കും മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അവസാനമായിട്ട് ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂവും കിസ്മിസും കൂടെ ചേർത്ത് പായസം നന്നായിട്ട് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.